അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ. കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1, 2. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്, കേട്ടല്ലോ. രണ്ടാമത് പഠിക്കാൻ പോകുന്നത് മോഡുലസ്, അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്ത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് കോൺജുഗേറ്റ്. അപ്പോൾ പറയാം, എന്താണ് കോൺജുഗേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുവാണ്. ഇപ്പോൾ Z ഈക്വൽ ടു 3 + 2i, ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ലേ. ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് Z എടുത്ത് മേളിൽ ഒരു വര, ഇതെങ്ങനെ വായിക്കുന്നത് Z ബാർ. അപ്പോൾ കോൺജുഗേറ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, Z ബാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, ഇമാജിനറി പാർട്ട് എന്താണോ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്തായിരുന്നു? ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ I ഉള്ള സാധനത്തിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ആ I ഉള്ളതിന്റെ സൈൻ എന്താണോ അത് ചേഞ്ച് ചെയ്യണം. അതായത് 3i ചിഹ്നം ഇവിടെ പ്ലസ് അല്ലേ, 2i ചിഹ്നം പ്ലസ് ആണ്, അത് മാറ്റി എന്തിട്ട് കൊടുത്തോളണം, മൈനസ് ഇട്ട് കൊടുത്തോളണം. അതായത് ഇങ്ങനെ i ചിഹ്നം മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. വേറൊരു കോംപ്ലക്സ് നമ്പർ എഴുതിക്കേ, Z ഈക്വൽ ടു 3 - 5i. ഇതിന്റെ കോൺജുഗേറ്റ് Z ബാർ എങ്ങനെ എഴുതും, i ചിഹ്നം എന്താണോ, ഇവിടെ i ചിഹ്നം എന്താണ്, മൈനസ്, അത് മാത്രം മാറ്റി പ്ലസ് ആക്കുക. എന്താണോ i ചിഹ്നം അത് ചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ, കേട്ടല്ലോ. ഇനി മിക്കവരും തെറ്റിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ Z ഈക്വൽ ടു 2i - 7, ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു. ഇതിന്റെ കോൺജുഗേറ്റ് എഴുതാൻ പറഞ്ഞാൽ 2i + 7 ആണോ? അല്ല. കാര്യം എന്താ, നമ്മൾ പറഞ്ഞു i ചിഹ്നമാണ് മാറ്റേണ്ടത്, അല്ലാതെ ഇവിടെ രണ്ടാമത് കിടക്കുന്ന ചിഹ്നമല്ല. i ചിഹ്നമാണ് മാറ്റിയത്, ചിഹ്നമാണ് മാറ്റിയത്. i ഉള്ള സാധനം എന്താണോ അതിന്റെ ചിഹ്നമാണ് മാറ്റേണ്ടത്. ഇത് 7ന്റെ ചിഹ്നമാണ് മൈനസ്, ഇവിടെ i അതായത് 2i ചിഹ്നം ഇവിടെ പ്ലസ് ആണ്, അതാണ് മാറ്റി എന്താക്കേണ്ടത് നമ്മൾ, -2i. ഇതെന്ത് തന്നെയാണ്, -7 തന്നെയാണ്. ക്ലിയർ ആയോ? ഒരെണ്ണം കൂടി പറയണോ? അതേ നോക്കി, Z ഈക്വൽ ടു 5 + 6i. Z ബാർ എന്ത് വരും, പറഞ്ഞ Z ബാർ എന്ത് വരും, 5. അതുപോലെ തന്നെ എഴുതി i, അതായത് 6i ചിഹ്നം മാറ്റി -6i എന്ന് എഴുതി, കേട്ടല്ലോ. ഒരെണ്ണം കൂടി, Z ഈക്വൽ ടു 3i - 8. ഇതിന്റെ Z ബാർ എന്ന് എഴുതിക്കേ, 3i + 8 ആണോ? അല്ല. i ചിഹ്നം എന്താണോ, ഇവിടെ 3i ചിഹ്നം പ്ലസ് ആണ്, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ആണ്, അതിന്റെ ചിഹ്നം മാറ്റി -3i ആക്കി, മറ്റത് ചിഹ്നം മാറ്റേണ്ട, അതുപോലെ തന്നെ. ഇങ്ങനെ i ചിഹ്നം മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. i എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റി എഴുതുക. അതൊന്ന് ജനറൽ ആയിട്ട് എഴുതിയാൽ ഇങ്ങനെ വരും, Z ഈക്വൽ ടു a + ib അല്ലെങ്കിൽ a + bi, i ഉള്ള സാധനം. ഇനി Z ബാർ കോൺജുഗേറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഈ i ഉള്ള സാധനത്തിന്റെ ചിഹ്നം മാറ്റി അങ്ങോട്ട് എഴുതിക്കോളണം. ഇതാണ് കോൺജുഗേറ്റ്. മനസ്സിലായില്ലേടാ? എളുപ്പമല്ലേ? അതായത് i ഉള്ള സാധനത്തിന്റെ ചിഹ്നം മാറ്റി എഴുതണം. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. എളുപ്പമല്ലേ? കോൺജുഗേറ്റ് എളുപ്പമല്ലേ? അപ്പൊ കോൺജുഗേറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡുലസ്. അപ്പൊ നമ്മൾ പഠിച്ചതിനേക്കാളും എളുപ്പമാണ് മോഡുലസ്. ചെയ്തേക്കാം, എളുപ്പമല്ലേ? ഇതേ സിമ്പിൾ ആണ്, നോക്കിക്കോടാ. നമ്മൾ Z എന്നും പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ എടുത്തു, നേരത്തെ എടുത്തത് തന്നെ എടുക്കാം. Z ഈക്വൽ ടു 3 + 2i. എന്താണ് മോഡുലസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഡുലസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് വരയുടെ അകത്ത് Z എഴുതിയാണ്. ഇത് വായിക്കേണ്ടത് മോഡുലസ് ഓഫ് Z അല്ലെങ്കിൽ മോഡ് Z എന്നൊക്കെ വായിക്കും. അതായത് മോഡുലസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മോഡ് Z എന്നാണ്. അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂട്ടിന്റെ അകത്ത് റിയൽ പാർട്ട് എന്താണോ, റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ i ഇല്ലാത്ത നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ എടുക്കുക, പ്ലസ്
ഇമാജിനറി പാർട്ട് എന്താണോ, എടാ ഇമാജിനറി പാർട്ട് 2i ആണ്. അല്ല, ഐയുടെ കൂടെ നിൽക്കുന്ന നമ്പർ മാത്രം മതി 2. ആ 2ന്റെ സ്ക്വയർ എടുക്കുക. ഇത്ര ഉള്ളൂടാ. അപ്പൊ എത്ര വന്നു? റൂട്ടിന്റെ അകത്ത് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പൊ ആൻസർ എത്ര വന്നു? റൂട്ട് 13. എളുപ്പമല്ലേടാ? ദേ ഒരെണ്ണം കൂടി നോക്കിയോ. z ഈക്വൽ ടു 2 പ്ലസ് 7i. ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കാം. മോഡ് z ഈക്വൽ ടു, മോഡ് z എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ടിന്റെ അകത്ത് റിയൽ പാർട്ടിന്റെ സ്ക്വയർ എടുക്കണം, ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ എടുക്കണം. മിക്കവരും 7 ഐയുടെ ഒക്കെ സ്ക്വയർ എടുത്ത് വെച്ചിട്ട് അവിടെ -1 എന്നൊക്കെ കൊടുക്കും. അത് തെറ്റാണ്. ഐയുടെ കൂടെയുള്ള നമ്പർ മാത്രം എടുത്താൽ മതിടാ. അതായത് നമ്പറുകൾ മാത്രം എടുത്ത് അങ്ങോട്ട് സ്ക്വയർ ചെയ്തേക്കണം. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. 49ഉം 4ഉം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടിയടാ? 53. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഒരെണ്ണം കൂടി നോക്കണം. ദേ നോക്കൂ. z ഈക്വൽ ടു 8 മൈനസ് 4i. മോഡ് z എന്ന് പറഞ്ഞ് വേഗം പറഞ്ഞ് വേഗം. റൂട്ടിന്റെ അകത്ത് 8ന്റെ സ്ക്വയർ എടുക്കണം പ്ലസ് -4ന്റെ സ്ക്വയർ എടുക്കണം. അല്ലെ, 8ന്റെ സ്ക്വയർ എടുത്തു. റിയൽ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ -4 ആണ്. -4ന്റെ സ്ക്വയർ എടുക്കണം. പറ, 8ന്റെ സ്ക്വയർ എത്രയാണ്? 64 പ്ലസ് -4ന്റെ സ്ക്വയർ -16 ആണോ? അല്ല, മൈനസും കൂടി വരുമ്പോൾ പ്ലസ് ആവും സ്ക്വയർ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ മൈനസിന്റെ സ്ക്വയർ എടുത്താൽ അത് പ്ലസ് ആയി പോവും. -4ന്റെ സ്ക്വയറും 16 ആണ്. അപ്പൊ 64ഉം 16ഉം കൂടി കൂട്ടണം. എത്ര കിട്ടും നമുക്ക്? 80 എന്ന് വരും. റൂട്ടിന്റെ അകത്ത് 80. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി വേഗം ഒന്ന് പറഞ്ഞ്. z ഈക്വൽ ടു 1 മൈനസ് 2i. ഇതിന്റെ മോഡ് z എന്ന് പറഞ്ഞടാ. മോഡ് z എങ്ങനെയാ ചെയ്യേണ്ടത്? മോഡ് z ചെയ്യേണ്ടത് റൂട്ടിന്റെ അകത്ത് റിയൽ പാർട്ട് എന്താണോ അതിന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് ഇമാജിനറി പാർട്ട് -2 ആണ്, അതിന്റെയും സ്ക്വയർ എടുക്കുക. അപ്പൊ 1ന്റെ സ്ക്വയർ 1 ആണ് പ്ലസ് -2ന്റെ സ്ക്വയർ -4 അല്ല +4 ആണ്. അപ്പൊ എത്ര കിട്ടി? റൂട്ടിന്റെ അകത്ത് 5 എന്ന ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് എന്ത് മാത്രമാണ്? z ഈക്വൽ ടു a പ്ലസ് ib ആണെങ്കിൽ അതിന്റെ മോഡ് z എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? റൂട്ടിന്റെ അകത്ത് ആ എയുടെ സ്ക്വയർ എടുക്കുക പ്ലസ് അവിടെ കാണുന്ന ബിയുടെ സ്ക്വയർ എടുക്കുക. ഇതാണ് എന്ത്? മോഡുലസ്. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ നമ്മൾ 2 സാധനങ്ങളും പഠിച്ചു കഴിഞ്ഞില്ലേ? കോൺജുഗേറ്റും മോഡുലസും. ഇനി ഇത് രണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം. വേഗം ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം ഇത്ര ഉള്ളടാ. അതേ നോക്കി, ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് z ഈക്വൽ ടു a പ്ലസ് ib. ഇതിന്റെ z ബാർ കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? z ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോൺജുഗേറ്റ് അല്ലേ? കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ a പ്ലസ് ib-യില് i ഉള്ള സാധനം എന്താണോ അതിന്റെ മാത്രം ചിഹ്നം മാറ്റി എഴുതുക. അവിടെ പ്ലസ് ib ആണ്, ഇവിടെ -ib ആക്കി. ഇനി രണ്ടാമത് പഠിച്ചത് എന്താണ്? മോഡുലസ്. മോഡുലസ് എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്നത് മോഡ് z എന്നാണ്. അത് എഴുതേണ്ട ഒന്നുമില്ല. റൂട്ടിന്റെ അകത്ത് ഇവിടെ കാണുന്ന നമ്പറുകളുടെയൊക്കെ സ്ക്വയർ അങ്ങോട്ട് എടുത്തോളൂ. ഈ 2 കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ പഠിച്ചോളൂ. ഇതേ ഒരെണ്ണം പറഞ്ഞേ. z ഈക്വൽ ടു 3 മൈനസ് 5i. ഇതിന്റെ z ബാർ എന്ന് പറഞ്ഞാടാ. 3 അതുപോലെ തന്നെ എഴുതി 5iയുടെ ചിഹ്നം മാറ്റി +5i ആക്കി. ഇനി മോഡ് z എങ്ങനെ പറയും? റൂട്ടിന്റെ അകത്ത് 3ന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് -5ന്റെ സ്ക്വയർ എടുക്കുക. ഇതിന്റെ അല്ല കേട്ടോ, അത് ഇതിന്റെ കേട്ടല്ലോ. -5ന്റെ സ്ക്വയർ എടുക്കുക. എന്തെടുത്താലും ഇത് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. അടുത്തത് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് -5ന്റെ സ്ക്വയർ -25 അല്ല +25. അപ്പൊ 9 25 കൂടി കൂട്ടുമ്പോ എത്ര കിട്ടി നമുക്ക്? 34. അപ്പൊ മോഡുലസ് എത്ര കിട്ടി? റൂട്ട് 34. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പം അല്ലേ? അപ്പൊ ഇനി ബാക്കി അടുത്ത പാർട്ട്.